അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അതെന്താണ് അവന്മാർക്ക് അതിൻ്റെ അവിടെ പോയിടിക്കുന്നേ? എന്തോ പ്രാന്തായോ? അതാർക്കറിയാം. ഇവന്മാരെന്തിനാ അവിടെ പോയിടിക്കുന്നേ? ഈ വണ്ടിയിൽ എണ്ണയും കുറവാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവന്മാർക്കൊക്കെ പ്രാന്താണ്. ചേച്ചി നിൽക്കി. അവർക്കൊന്നും നിൽക്കാനില്ല ഗൈസ്. അവരൊക്കെ പോയി ഇടിക്കുവാ. ഇവർക്കെന്താ എന്ത് പറ്റി? പെട്ടെന്ന് ആ കിളി പറന്നു പോയെന്നാണ് തോന്നണേ. അവരെ കിളി പറന്നു പോട്ടെ. നമ്മുടെ കിളി അപ്പം തന്നെ വണ്ടി ഇരിപ്പുണ്ട്. നമുക്കിനി വണ്ടി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കിളി ഇവിടെ കിടന്ന് ഓടും. അതുകൊണ്ട് നമുക്ക് പോവാം. ഇല്ലെങ്കിൽ പണി നടക്കില്ല. നമുക്ക് വണ്ടി എടുത്തങ്ങ് പോയേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ വണ്ടിയുടെ ഡോറൊക്കെ വിൻഡോ ഒക്കെ തുറന്നിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് പോവാണ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്കല്ല. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓണായിട്ടിരിക്കുകയാണ്. എടാ ഞാൻ പാട്ടിടട്ടെ. വേണ്ട കോപ്പിറൈറ്റ് വരും. വേണ്ട കോപ്പിറൈറ്റ് വരും. വേണ്ട. ഓക്കെ, നമുക്ക് ബ്ലോഗ് എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം. പാട്ടിടാം. ഓക്കെ. എടാ ഇത് നമ്മൾ ഡേഞ്ചർ റോഡാണോ? അത്രയ്ക്ക് ഡേഞ്ചർ എന്ന് പറയാനാണെങ്കിൽ ഒരു മീഡിയം ഡേഞ്ചർ എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നല്ല ഡേഞ്ചറാണെന്നാണ് എല്ലാവരും പറയുന്നത്. നീ ഈ വഴി വന്നിട്ടുണ്ടോ? ഒരു തവണ ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്, അതായത് ഈ വീഡിയോ ഞാൻ ഈ ബ്ലോഗൊന്നും എടുക്കാത്ത സമയത്തൊക്കെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മൊത്തം 4 ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ രോഹിത്, കെവിൻ, നെവിൻ, അഖിൽ, ഈ 4 പേരാണ് നമ്മളെ കൂടെ ഒന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ ദിവസമായിട്ട് മാത്രമാണ് ഇവന്മാരെ കൊണ്ട് ട്രിപ്പ് പോകണം. പ്രൊമോഷൻ കിട്ടിയ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് വർക്കിലൊക്കെ ഞാൻ ഇപ്പം സ്റ്റാഫിൽ നിന്നും, അതായത് സെക്രട്ടറിയിൽ നിന്നും മാനേജർ ആയിരിക്കുകയാണ്. സെക്രട്ടറി മാനേജർ വേറെ ആണോ? എനിക്ക് പറഞ്ഞു മാനേജർ കാലം മേനെയാണോ സെക്കൻഡറി? അറിയാൻ വയ്യ. ഞാനിപ്പോൾ മാനേജറായിട്ടുണ്ട് ആ കമ്പനിയിലെ. ആ മാനേജറിന് അപ്പോൾ വയസ്സായി. അതായത് ഇപ്പോൾ ഒരു 59 വയസ്സ് വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ 69, 70 ആയി കാണണം. അതുകൊണ്ടിപ്പം അവരെ അവിടെ നിന്ന് മാറ്റി ഇപ്പം ഞാനാണ് അവിടുത്തെ എന്താ പറയുക അപ്പോൾ ഞാനാണ് അവിടുത്തെ ഇപ്പോൾ ഒരു മെയിൻ ആൾ. അങ്ങനെ പറഞ്ഞാൽ മതി. നവീനെ, നിൻ്റെ ഓഫീസിൽ നമുക്കൊരു ജോലി എടുപ്പിച്ച് തരാൻ പറ്റുമോ? ജോലിയോ? നോക്കട്ടെടാ. എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ ഡയറക്റ്റും കയറ്റി വിടാം. ഓക്കെടാ. എടാ പിന്നെ വീട്ടിലോട്ട് വൈകുന്നേരം എന്ന് പറയണേ. എന്തിനാ? കുറച്ച് വിറവ് കീറാനുണ്ടായിരുന്നു. എടാ ദുഷ്ടാ. അല്ല, അതമ്മ പറഞ്ഞതാ നിങ്ങളെ വിളിക്കാൻ. ആണോ? ആൻറ്റി അപ്പോൾ മുട്ടപ്സ് എന്തെങ്കിലും തരും. അയ്യോ തീറ്റമാടന്മാർ. ഞാൻ ഇതിലോട്ട് നിങ്ങൾക്ക് ഒന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ. എന്തുവാണ് നവീനെ ഇങ്ങനെ ഡെസ്പാവല്ലേ? ഞാൻ അപ്പം നിൻ്റെ സംസാരം കാണാത്തൊന്നും ഞാൻ നിനക്കൊന്നും മേടിച്ചു തന്നില്ലല്ലോ. എന്തോ? അത് പിന്നെ നീ ഒരു കുപ്പി ഫ്രൂട്ടി പോലും എനിക്ക് ഇതിലോട്ട് മര്യാദയ്ക്ക് മേടിച്ചു തന്നില്ല. മൊത്തം ഞാനാണ് നിങ്ങൾക്കൊക്കെ മേടിച്ചു തരുന്നത്. നിങ്ങൾ എനിക്ക് വല്ലതും മേടിച്ചു തന്നിട്ടുണ്ടോ? എടാ എന്നാടാ നീ ഇത് കഴിച്ചോന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും നിങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ടോ? എടാ ഞാൻ സോറി എന്തൊരു സോറി. അവിടെ നീക്ക് ചതിയന്മാരോടാ. ഇങ്ങനത്തെ ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നവരെ ഭയങ്കര അൺലക്കിയാ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ഗൈസ്. ഈ കാർമേഘമൊക്കെ ഇരുണ്ട് നിൽക്കുന്നതുകൊണ്ടാട്ടോ ഗൈസ്. ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ. ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല സുഖമാണ്. കൂടെ വണ്ടിയിൽ AC കൂടെ ഇടാം. അടിപൊളി. നമ്മുടെ ക്യാബിൽ ചെറിയൊരു AC വർക്കാണ്. ബൈ ഞാൻ ഓട്ടിക്കുന്ന വണ്ടി ഏതാന്ന് പറഞ്ഞില്ല, നമ്മുടെ ജിന്നാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഇത് പുതിയൊരു അപ്ഡേറ്റ് ലിവറി കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പറയൂ, ഞാൻ ഈ അപ്ഡേറ്റ് ലിവറി എങ്ങനെ എടുത്തതെന്ന് പറയണോ വേണ്ടെന്ന് നിങ്ങൾ പറയൂ. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയാം കേട്ടോ. താഴെ നമുക്ക് നോക്കാം ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്. നിങ്ങളെല്ലാം ക്ഷമിക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ എനിക്ക് ഈ തൊണ്ടയ്ക്ക് ചെറിയ കുഴപ്പമുണ്ട്. ഈ തൊണ്ടയ്ക്ക് നമുക്ക് ഓവറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് കളയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വയ്യ. കാരണം തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എല്ലാവരും ക്ഷമിക്കട്ടോ. റിയലി സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇതുവഴി വന്നപ്പോൾ ഈ പാലത്തിൽ കൂടെ നമുക്ക് അതിലെ കൂടെ കയറിപ്പോയി അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് അതിലെ കൂടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിലെ കൂടെ കയറിപ്പോകാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. നമ്മളങ്ങനെ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ ചെക്ക് ചെയ്താലും പ്രശ്നമാണ്. എന്തൊരു ചെക്ക് ചെയ്താലും പ്രശ്നമാണ്. അത് ഉറപ്പാണല്ലോ. ഓക്കെ, വണ്ടി കൊണ്ട് ഒടിച്ച് കയറ്റാൻ പറ്റുമോ? ഓക്കെ, ഇല്ല. നമ്മുടെ ബ്ലോഗ് അവസാനിക്കാറായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ വളരെ ബോറായിട്ട് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് അടിച്ച് നോക്കോളൂ. നോ പ്രോബ്ലം മാൻ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വൺ ബൈ.